ബിഗ് ഓഫർ ഉടൻ തന്നെ ആവട്ടെ നിങ്ങളുടെ പർച്ചേസ്. ഐവ സിൽക്സ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട് ആൻഡ് മാംഗ്ലൂർ. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ അതിർത്തിയിൽ സംഘർഷം കനത്തതോടെ ദേശീയ രാഷ്ട്രീയം മറിഞ്ഞിരിക്കുകയാണ്. പൊതുവിഷയങ്ങളിലുള്ള ശ്രദ്ധ ദേശീയ സുരക്ഷയിലേക്ക് മാറിയെന്ന് കഴിഞ്ഞ ദിവസം BJP തന്നെ അഭിപ്രായപ്പെട്ടിരുന്നു. BJP നേതാവ് BS യെദ്യൂരപ്പ രാഷ്ട്രീയപരമായ പ്രസ്താവനയും പുതിയൊരു തരത്തിലേക്ക് രാഷ്ട്രീയത്തെ മാറ്റിയിരിക്കുകയാണ്. ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം എന്താണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ തന്നെ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. കോൺഗ്രസിനോ BJPക്കോ അതോ നരേന്ദ്രമോദിക്കോ രാഹുൽ ഗാന്ധിക്കോ മുൻതൂക്കമെന്നും ഇവർ വെളിപ്പെടുത്തുന്നു. BJP മഹാഭൂരിപക്ഷത്തിലേക്ക് എത്തുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. എന്നാൽ ഇതിനെ കണക്കുകൾ വെച്ച് പ്രതിരോധിക്കുന്ന കാര്യങ്ങളും ചില നിരീക്ഷകർ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ബലാക്കോട്ടിലെ വ്യോമാക്രമണത്തോടെ രാജ്യത്തെ എല്ലാ കാര്യങ്ങളും മുങ്ങിപ്പോയെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നു. തീവ്ര ദേശീയതയാണ് ഇപ്പോൾ രാജ്യത്തെ പ്രധാന വിഷയം. ഇത് BJPക്ക് അനുകൂലമാണെന്നും ഇവർ പറയുന്നു. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തിരഞ്ഞെടുപ്പ് നടന്നാൽ BJPക്ക് 300 സീറ്റുകൾ വരെ നേടാനാവുമെന്നാണ് ഇവരുടെ നിരീക്ഷണം. പുൽവാമയിലെ ഭീകരാക്രമണം ദേശവികാരം ഒറ്റയടിക്ക് ഉണർത്തിയെന്ന് രാഷ്ട്രീയ നിരീക്ഷകൻ പ്രദീപ് ഗുപ്ത പറയുന്നു. NDAയും BJPയെയും പ്രതിപക്ഷത്തേക്കാൾ ബഹുദൂരം മുന്നിലാണ്. നിലവിൽ ജനങ്ങൾ, നേതാക്കൾ, ഭരണം എന്നീ കാര്യങ്ങൾ മോദിക്കൊപ്പമാണെന്നും പ്രദീപ് പറയുന്നു. ദേശസുരക്ഷയിൽ അദ്ദേഹം വിട്ടുവീഴ്ച ചെയ്യില്ലെന്ന തോന്നൽ ജനങ്ങളിലുണ്ട്. അത് ഗുണകരമാവും. അതേസമയം രാഹുൽ ഗാന്ധിക്ക് മോശം പ്രതിച്ഛായയല്ല ഉള്ളത്. കോൺഗ്രസിന് നേട്ടമുണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ്. പക്ഷേ അത് അധികാരത്തിലേക്ക് എത്താൻ സാധിക്കുമോ എന്ന് ഉറപ്പു പറയാനാവില്ല. പക്ഷേ രാഹുലിന്റെ നേതൃപാടവം പല മണ്ഡലങ്ങളിൽ BJPക്ക് തലവേദനയാവും. കോൺഗ്രസ് ദേശസുരക്ഷാ വിഷയങ്ങളിൽ ഉന്നയിച്ച കാര്യങ്ങൾ മുഖ്യ തിരഞ്ഞെടുപ്പ് വിഷയമായാൽ അത് BJPയെ നേർവിപരീത രീതിയിൽ ബാധിക്കാനും സാധ്യതയുണ്ട്. കോൺഗ്രസിന്റെ ഡാറ്റ അനലിസ്റ്റും രാഹുലിന്റെ ടീമിന്റെ പ്രധാനിയുമായ പ്രവീൺ ചക്രവർത്തി പറയുന്നത് ഗ്രൗണ്ട് ലെവലിലുള്ള പ്രവർത്തനം മാത്രമാണ് തിരഞ്ഞെടുപ്പിനെ ബാധിക്കുക എന്നാണ്. ഏത് നേതാവാണോ അടിത്തട്ടിൽ പ്രവർത്തനം നടത്തുന്നത് അവരുടെ പാർട്ടി വിജയിക്കും. രാഹുൽ ഗാന്ധിക്കുള്ള സാധ്യത അവിടെയാണ്. മോദിയെ ദുർബലനാക്കുന്ന ഘടകവും അതുതന്നെയാണ്. ദേശീയ തലത്തിൽ പുൽവാമയും ബലാക്കോട്ടും ചർച്ചയാവുമെങ്കിലും സംസ്ഥാന തലത്തിലെ രാഷ്ട്രീയ സാഹചര്യമാണ് കോൺഗ്രസിനെയും BJPയെയും സഹായിക്കുക എന്ന് സന്ദീപ് ശാസ്ത്രി പറഞ്ഞു. പ്രാദേശിക തലത്തിലെ പ്രശ്നങ്ങളാണ് ഏത് പാർട്ടിയെയും അധികാരത്തിലേക്ക് എത്തിക്കുക. പ്രാദേശിക നേതാക്കൾ വലിയ സ്വാധീനം ചെലുത്തുമെന്നും സംസ്ഥാന രാഷ്ട്രീയത്തിൽ മേൽക്കൈയുള്ളവർ കേന്ദ്രത്തിൽ അധികാരത്തിലെത്തുമെന്നും സന്ദീപ് ശാസ്ത്രി പറഞ്ഞു. ലോക്നിധി CSDSലെ രാഷ്ട്രീയ നിരീക്ഷകനാണ് അദ്ദേഹം. BJPക്ക് 272 സീറ്റുകളെ വരെ ലഭിക്കുമെന്നാണ് CSDSന്റെ വിലയിരുത്തൽ. അതേസമയം BJPക്ക് മുൻതൂക്കമുണ്ടാകുമെന്ന് പറയാനായിട്ടില്ല എന്ന് ടുഡേയ്സ് ചാണക്യ പറയുന്നു. സി വോട്ടർ പറയുന്നത് BJPക്ക് ഭൂരിപക്ഷം കിട്ടുമെന്നാണ്. എന്നാൽ അടിസ്ഥാന കാര്യങ്ങൾ വിലയിരുത്തുമ്പോൾ BJPക്ക് 100 സീറ്റുകൾ വരെ നഷ്ടമാകുമെന്ന് യോഗേന്ദ്ര യാദവ് പറയുന്നു. പുൽവാമയ്ക്ക് ശേഷം BJPക്ക് നേട്ടമുണ്ടായിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം ഇനിയുള്ള 2 മാസങ്ങൾ കോൺഗ്രസിനും BJPക്കും നിർണായകമാണെന്ന് രാഹുൽ വർമ്മ പറയുന്നു. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.